നമുക്ക് പരിപാടിയിലേക്ക് കടന്നാലോ? പഴയ നിയമം ഉൽപ്പത്തി 22 നമ്മൾ കാണുന്നുണ്ട് അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നത്. അത് നമുക്കിന്ന് നമ്മുടെ കുഞ്ഞുമക്കളിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ? അബ്രാഹാം ഇസഹാക്കിനെയും കൂട്ടി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തി. അബ്രാഹാം ഒരു ബലിപീഠം പണിതു, വിറക്ക് അടുക്കി വെച്ച് ഇസഹാക്കിനെയും അതിനു മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ കത്തിയും എടുത്തു. തൽക്ഷണം അബ്രഹാം അബ്രഹാം കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് വന്നാലോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഒന്ന് കണ്ടു നോക്കിയാലോ? മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. സ്വർഗത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞു. ഇനിയും ഈശോയുടെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? അതായത് നമ്മുടെ കാലഘട്ടത്തിലേക്ക്. നമ്മൾ ആരെന്ത് പറഞ്ഞാലും ആദ്യം വിശ്വസിക്കും. പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ അറിയുമ്പോൾ നമ്മൾ ഖേദിക്കും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഈ ആൾ അങ്ങനെ വിശ്വസിച്ചില്ല, തൊട്ടു മാത്രം വിശ്വസിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ ഉത്ഥാന സമയത്ത് അത് നമുക്ക് വായിക്കാൻ സാധിക്കും. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈകൾ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. ഈ തോമാസ്ലിഹയാണ് പിന്നീട് ഭാരതത്തിൽ വന്നതും നമ്മുടെ ഭാരതത്തിന്റെ അപ്പസ്തോലനായതും. ഈ അപ്പസ്തോലൻ ഭാരതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നമ്മുടെ മാതൃവേദികാരിയിലൂടെ കാണാം. നമുക്കെല്ലാവർക്കും കാവൽ മാലാഖമാരുണ്ടല്ലോ. നമ്മളെ സംരക്ഷിക്കാൻ ബൈബിളിൽ പലയിടത്തും മിഖായേൽ മാലാഖ, റാഫേൽ മാലാഖ എന്നിവരെ കാണാൻ സാധിക്കും. അത്തരത്തിൽ 2 മാലാഖ കുഞ്ഞുങ്ങളെ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇത് മാതാവിന്റെ കൊല്ലമാസം ആണല്ലോ. കൂടാതെ നമ്മൾ എല്ലാവരും മരിയ ഭക്തിയോട് ഭക്തി പ്രകടിപ്പിക്കുന്നവരുമാണല്ലോ. ബൈബിളിൽ രക്ഷകന്റെ അമ്മയെ പറ്റി പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇനി 2 കുഞ്ഞുമക്കൾ മറിയത്തിന്റെ വേഷം അണിഞ്ഞത് ഒന്ന് കണ്ടു നോക്കിയാലോ? ഇനിയും ഒരു കുറവുള്ളതുപോലെ നമുക്ക് തോന്നുന്നില്ലേ? നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ ദൈവത്തിന്റെ ഇഷ്ടപുത്രിമാരായ 2 വിശുദ്ധകളെ പരിചയപ്പെട്ടാലോ? പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഗസ് ചെയ്ത് എടുത്തുകൊള്ളുക. അവരെ കൂടി നമുക്കൊന്ന് കണ്ടാലോ? ആരാണെന്ന് നിങ്ങൾ മനസ്സിലായോ? ആൻസർ പറയാമോ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം പൂർത്തിയായെന്ന്. ഈശോ പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം, അല്ലേ? 10
പത്രോസിനെ മണിയടിച്ചാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. നിനക്ക് എങ്കിൽ നിൽക്ക്, നമുക്കിതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം പോകാൻ പറ്റുമോ എന്ന്. എവിടേക്ക്? സ്വർഗത്തിലേക്ക്.